ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ദി മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഏതാണെന്ന് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ വിനൈൽ ക്ലോറൈഡ് ആണ്. നമുക്കറിയാം വിനൈൽ ക്ലോറൈഡ് PVCയുടെ അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ ആണ്. അപ്പൊ ആൻസർ അതല്ല. സെക്കൻഡ് ഓപ്ഷൻ ഈഥീൻ. ഈഥീൻ എന്ന് പറഞ്ഞാൽ പോളിത്തീന്റെ മോണോമർ ആണ് ഈഥീൻ. അപ്പൊ അതുമല്ല. അടുത്തതാണ് ഐസോപ്രീൻ. ഐസോപ്രീൻ ആണ് നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ എന്ന് പറയുന്നത്. നാലാമത്തേത് ടെട്രാഫ്ലൂറോഈഥീൻ ആണ്. ടെട്രാഫ്ലൂറോഈഥീൻ ടെഫ്ലോണിന്റെ മോണോമർ ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഐസോപ്രീൻ. Next question. Identify the alkene among the given hydrocarbons. താഴെ തന്നിരിക്കുന്ന ഹൈഡ്രോകാർബണുകളിൽ നിന്ന് ആൽക്കീൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ആൽക്കീന്റെ ജനറൽ ഫോർമുല നമുക്കറിയാം. CnH2n. അതായത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായിരിക്കണം ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം. അങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉള്ളത് ഏതാണെന്ന് നോക്കണം. ആദ്യത്തേത് C2H6 ആണ്. അപ്പൊ 2ന്റെ ഇരട്ടി 4 ആണ് വരേണ്ടത്. ഇവിടെ 6 ആണ്. അപ്പൊ അത് വരത്തില്ല. അടുത്തത് C2H4. C2H4 നോക്കാം. C2 ആണ്. H എന്ന് പറയുന്നത് 2ന്റെ ഇരട്ടിയാണ്. അപ്പൊ ആൻസർ ഏതായിരിക്കും? C2H4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്ട്രക്ചർ ഓഫ് ആൻ ആൽക്കൈൻ ഈസ് ഗിവൺ. ഒരു ആൽക്കൈന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണവും ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണവും എണ്ണി എഴുതണം. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ C 4 എണ്ണം ഉണ്ട്. കാർബൺ 4 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. C4H6 എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത്. അടുത്തത് B ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാണ്. അതിൽ നമ്മൾ 4 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് വേഡ് റൂട്ട് ഏതായിരിക്കും? ബ്യൂട്ടൻ എന്നായിരിക്കും. പ്രൊപ്പ ബ്യൂട്ടൻ എന്നായിരിക്കും. ട്രിപ്പിൾ ബോണ്ട് വന്നത് കൊണ്ട് YNE ചേർക്കണം. ഏത് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് എന്നാണ് ഇനി അടുത്ത് അറിയേണ്ടത്. ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പേരെങ്ങനെ എഴുതും? ബ്യൂട്ട് 1,9. ബ്യൂട്ട് 1,9 എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം. അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ആർ 2 കെമിക്കൽ ഇക്വേഷൻസ്. ചുവടെ കൊടുത്തിരിക്കുന്നത് 2 കെമിക്കൽ ഇക്വേഷൻസ് ആണ്. അതിലെ ഒന്നാമത്തെയാണ് CH2 ഡബിൾ ബോണ്ട് CH2 plus H2 ആൻഡ് B എന്ന് പറയുന്നത് A+Cl2 gives B+HCl എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വേഷനിലെ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ ചാപ്റ്ററിലാണ്. 5 കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ H2 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും ഇതെന്ത് റിയാക്ഷൻ ആണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ ആണ്. ഡബിൾ ബോണ്ട് ഉള്ള ഈഥീനിലോട്ട് H2 ആഡ് ചെയ്യുകയാണ്. അപ്പൊ അഡീഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അറിയേണ്ടത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. CH2 ഡബിൾ ബോണ്ട് CHന്റെ കൂടെ ഹൈഡ്രജനെ ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ഈ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഇവിടെയും ഒരു ഹൈഡ്രജൻ ആറ്റം ഇവിടെയുമായിട്ട് നമ്മൾ ചേർത്തണം. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആകും. അപ്പൊ ബോണ്ട് എങ്ങനെ വരും? കോമ്പൗണ്ട് എങ്ങനെ വരും? CH3 സിംഗിൾ ബോണ്ട് CH3 എന്നായിരിക്കും കോമ്പൗണ്ട്. അപ്പൊ A എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇതായിരിക്കും. A എന്ന് പറയുന്നതിന്റെ ആൻസർ CH3 സിംഗിൾ ബോണ്ട് CH3 ആയിരിക്കും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ B എന്ന് പറയുന്നത് ഒന്നാമത്തേതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയ Aയിലേക്ക് സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. Aന്റെ ആൻസർ നമുക്ക് കിട്ടിയത് CH3 സിംഗിൾ ബോണ്ട് CH3 എന്നാണ്. ഇതിലോട്ട് ക്ലോറിൻ ആഡ് ചെയ്തു. അപ്പം CH3 സിംഗിൾ ബോണ്ട് CH3യിൽ ക്ലോറിൻ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് HCl ആണ്. അടുത്തത് ഏതാണെന്ന് എഴുതാനാണ്. അപ്പൊ നമുക്ക് സൺലൈറ്റും ക്ലോറിനും കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലാകിയത്
സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഒരു ആറ്റമോ ഒരു ആറ്റം ഗ്രൂപ്പോ പോയി അവിടേക്ക് മറ്റൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടോട്ട് ഈ CH3യിൽ നിന്ന് എന്താണ് ഈ CH3യിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറി അവിടോട്ട് ക്ലോറിൻ ആറ്റം വരും. CH3യിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറി അവിടെ ക്ലോറിൻ ആറ്റം വരും. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഈ CH3 ഫസ്റ്റ് CH3ക്ക് മാറ്റമൊന്നുമില്ല. CH3 സിംഗിൾ ബോണ്ട് CH എന്താണ് ഒരു ഹൈഡ്രജൻ ആറ്റം ഇവിടുന്ന് മാറും. അപ്പം രണ്ടെണ്ണേ ഇവിടെ വരത്തുള്ളൂ. പകരം ഒരു ക്ലോറിൻ ആറ്റം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ CH2Cl. അപ്പൊ B എന്ന് പറയുന്നത് CH2Cl എന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? ഇവിടുത്തെ മെയിൻ ചെയിനിൽ ആകെ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതിലെ മെയിൻ ചെയിൻ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്ന ചെയിൻ ആയിരിക്കണം മെയിൻ ചെയിന്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഇതാണ് ഇവിടുത്തെ മെയിൻ ചെയിൻ. ഇവിടെ ഉള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണം 1 2 3 4 5 എത്രയാണ്? 5 കാർബൺ ആറ്റമാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്? ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് CH3 ആണ്, അല്ലെങ്കിൽ മീതൈലാണ്. മീതൈലിന്റെ പൊസിഷൻ നമ്പർ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ഇട്ടിട്ട് ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കും പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ഇടുമ്പോൾ മൂന്നാമതാണ് എന്ത് പൊസിഷൻ നമ്പർ വരുന്നത്. അതുപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇട്ടാലും നമുക്ക് മൂന്നാമതാണ് പൊസിഷൻ വരുന്നത് ബ്രാഞ്ചിന്റെ. അപ്പം പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. സി ക്വസ്റ്റ്യൻ, ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാണ്. ആദ്യം എഴുതേണ്ടത് ബ്രാഞ്ച് വന്ന കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ ആണ്. അത് 3 ആണ്. ബ്രാഞ്ചിന്റെ പേര് മീതൈൽ എന്നാണ്. ഇനി ലോങ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. 5 എന്നതിന്റെ വീട് റൂട്ട് പെന്റ് ആണ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ സഫിക്സ് ആയിട്ട് ANE ചേർക്കണം. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് 3-methyl pentane. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഗിവൺ. 2 ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറൽ ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി ഫസ്റ്റ് കോമ്പൗണ്ട്. ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതുക. O എന്ന് ലിങ്കേജ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. ആൽക്കോക്സി ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലും 2 ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണം കുറഞ്ഞ സൈഡിനെ ആൽക്കോക്സി എന്നും കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുതലുള്ള സൈഡിനെ ആൽക്കെയ്ൻ എന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിന്റെ പേര് മെത്തോക്സി ഈഥെയ്ൻ എന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദീസ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഐസോമേഴ്സ്. വൈ? ഈ തന്നിരിക്കുന്ന 2 കോമ്പൗണ്ടുകളും ഐസോമേഴ്സ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിൽ അതുകൊണ്ടാണ് അതിനെ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ 2 കോമ്പൗണ്ടുകളുടെയും മോളിക്കുലാർ ഫോർമുല C3H8O എന്നാണ്. പക്ഷേ ഇവയുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസവുമാണ്. അതുകൊണ്ട് മോളിക്കുലാർ ഫോർമുല സെയിം ആയതുകൊണ്ടാണ് നമ്മൾ ഇവയെ ഐസോമേഴ്സ് ആണെന്ന് പറയുന്നത്. സി ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഈസ് എക്സിബിറ്റഡ് ബൈ ദം? ഈ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഐസോമെറിസമാണ് ഇവ കാണിക്കുന്നതെന്ന്. നമുക്കറിയാം മോളിക്കുലാർ ഫോർമുല സെയിമും ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസവുമാണ്. അപ്പൊ വ്യത്യാസം എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവ കാണിക്കുന്ന ഐസോമെറിസം ഫങ്ഷണൽ ഐസോമെറിസം ആയിരിക്കും. Question number D. Write the structural formula of the position isomer of the second compound.
സെക്കൻഡ് കോമ്പൗണ്ടിന്റെ ഒരു പൊസിഷൻ ഐസോമർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. ഒന്നാമത്തെ പൊസിഷനിലാണ് OH ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ ആ OHന്റെ പൊസിഷൻ മാറ്റണം. ഇനി നമുക്ക് പൊസിഷൻ മാറ്റാനുള്ള ഓപ്ഷൻ ഉള്ളത് ഇപ്പൊ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ ഇനി നമുക്ക് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലോട്ടാണ് OHനെ മാറ്റേണ്ടത്. ഇതായിരിക്കും ഇതിന്റെ പൊസിഷൻ ഐസോമർ. ഇനി നമുക്ക് വാലൻസി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഹൈഡ്രജൻ 3, ഇവിടെ ഹൈഡ്രജൻ 1, ഇവിടെ ഹൈഡ്രജൻ 3. ഇതായിരിക്കും സെക്കൻഡ് കോമ്പൗണ്ടിന്റെ പൊസിഷൻ ഐസോമർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് റിയാക്ഷൻസ് ആൻഡ് മാച്ച് ദി കോളംസ് എ ബി ആൻഡ് സി സ്യൂട്ടബിളി. മാച്ച് ദി ഫോളോയിങ് ആണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളെ ആദ്യമേ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള എന്താണ് കോളങ്ങൾ ആദ്യമേ നമ്മൾ ഫില്ല് ചെയ്യണം. ഇതിലിപ്പം ഒന്നാമത്തേത് കണ്ടപ്പോൾ ഇച്ചിരി പ്രയാസമാണെന്ന് കരുതിയാൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. O2 ആണ്. എന്താണ് C2H6ന്റെ കൂടെ O2 ആഡ് ചെയ്തേക്കുന്നു. O2 എന്ന് കാണുമ്പോഴേ നമുക്കറിയാം അത് കമ്പഷൻ റിയാക്ഷൻ ആണ്. അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ആണ് കോമ്പൗണ്ട്. N കണ്ടാലേ നമുക്ക് മനസ്സിലാകും അത് പോളിമറൈസേഷൻ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അത് രണ്ടും ഉറപ്പായിട്ട് O2ഉം എന്താണ് N കണ്ടാൽ കമ്പഷനും പോളിമറൈസേഷനും ആണെന്ന് ഉറപ്പിക്കാം. അടുത്തതാണെങ്കിൽ ഒന്നാമത്തേതും നാലാമത്തേതും നോക്കിയാല് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെയാണ് നോക്കേണ്ടത്. ക്ലോറിൻ, 2 ക്ലോറിൻ ആറ്റത്തിനെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ക്ലോറിൻ ആറ്റത്തിനെ ആഡ് ചെയ്ത് നമ്മൾ പഠിച്ചത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലാണ്. ഇനി ഒന്നും കൂടെ ഉള്ള അവശേഷിക്കുന്ന ഏതാണ്? തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗ് അറിയാം. എന്താണ്? ഒരു വലിയ മോളിക്കുലാർ ഫോർമുല അല്ല, മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 കോമ്പൗണ്ടുകളായിട്ട് മാറും. അതിലൊന്ന് ഡബിൾ ബോണ്ട് ഉള്ളതായിരിക്കും, മറ്റേത് സിംഗിൾ ബോണ്ട് ഉള്ളതായിരിക്കും. ആദ്യത്തേത് ചെയ്യാം. നമുക്ക് ഏറ്റവും അറിയാവുന്നത് O2 ആണ്. അപ്പം ഒരു കോമ്പൗണ്ടിന്റെ കൂടെ O2 ഓക്സിജൻ ആഡ് ചെയ്താൽ അത് കമ്പഷൻ ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. അപ്പം കമ്പഷൻ ആണെന്ന് പറയാം. രണ്ടാമത്തേത് ഏതാണ്? അറിയാവുന്നത് N കണ്ടാലേ നമുക്ക് മനസ്സിലാകും പോളിമറൈസേഷൻ ആണ്. അപ്പൊ ഇവിടെ N ഉണ്ട്, ഇവിടെ N ഉണ്ട്. എന്താണ്? പോളിമറൈസേഷൻ ആണെന്ന് മനസ്സിലാകും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Cl2 ആഡ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം പോയി അവിടെ മറ്റൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വരും. ഇവിടെ CH3 എന്ന് പറയുന്ന പൊസിഷനിലോട്ട് ഒരു ക്ലോറിൻ ആറ്റം ആഡ് ചെയ്യും. CH3 എന്നുള്ളത് CH2 ആകും. അപ്പോ ഇതാണ് ലാസ്റ്റിലത്തെയാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അടുത്തതാണ് തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിങ്ങില് മോളിക്കുലാർ വെയിറ്റ് കൂടുതലുള്ള ഒരു കോമ്പൗണ്ട് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോ ഏറ്റവും ലാസ്റ്റിലത്തെ ഇതാണ്.